അപ്പൊ നമുക്ക് നമ്മുടെ മാങ്ങച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അടിപൊളി അച്ചാറാട്ടാ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സൂപ്പർ അച്ചാറാണ്. അതിനു വേണ്ടിയിട്ട് 5 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പച്ച മാങ്ങയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ നോക്കി എടുക്കാൻ ശ്രമിച്ചോളൂ. അപ്പൊ നമുക്ക് ഇത് നല്ല രീതിക്ക് കഴുകി ഒരു തുണ്ട് പോലും വെള്ളമില്ലാതെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ടാക്കി കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഏകദേശം 5 മണിക്കൂറായിട്ടാ. മമ്മി രാവിലെ അരിഞ്ഞു വെച്ചതാണ്. 5 മണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാത്രി ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെങ്കിൽ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഊറ്റിയെടുക്കാണ്. കണ്ട, ഇത്രയ്ക്ക് ഉപ്പിന്റെ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം കളയരുത്, നമ്മൾ എടുത്തു വെക്കണം. ഇപ്പൊ ഈ അച്ചാർ തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ഈ വെള്ളം വാർത്തതിന് ശേഷം നമുക്ക് ഒരു 2-3 മണിക്കൂർ വെയിലത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഈ അച്ചാർ ഇടാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതിരിക്കും. അതല്ല, നമ്മൾ പെട്ടെന്ന് തീർക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ മമ്മി ഇപ്പോ ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. വെയിലത്ത് വെച്ച് ഉണക്കുന്നില്ല. അപ്പൊ നമ്മുടെ മാങ്ങ വെള്ളം വാലാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് മസാലകൾ ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. അപ്പൊ മമ്മി ചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇടാൻ പോണത് ഉണക്ക മല്ലിയാണ്. മല്ലി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ മമ്മിക്ക് വട്ടായോ എന്താ അച്ചാറിൽ മല്ലി ചേർക്കണേന്ന്. അപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ്. ഞാൻ മംഗലാപുരത്ത് വെച്ചിട്ട് ഒരുപാട് തവണ ഈ അച്ചാർ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും, ചിലർക്കൊക്കെ അറിയാം, ഉണ്ടാക്കാൻ അറിയാത്തവര് ഒരു തവണ ഒന്ന് ചെയ്തു നോക്കിയോളൂ. അപ്പൊ 2 സ്പൂണ് ഉണക്ക മല്ലി, മുഴുവനോടെയുള്ള മല്ലി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ. ഇതൊന്ന് ചൂടായി വരുമ്പോ നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് ഉലുവ ചേർക്കാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിന്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ഒരു 2 സ്പൂണ് നിറയെ കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യില് കടുക് പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എന്റെ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ മുഴുവനോടുള്ളത് ചേർത്ത് കൊടുക്കാണ്. 2 2.5 ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ചൂടാവണം. നല്ല പോലെ മൂത്ത്, എണ്ണ ഒന്നും ഒഴിക്കരുത്. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മള് നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയും മല്ലിയും ജീരകവും എല്ലാം കൂടെ ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ പൊടിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അച്ചാറ് ശരിയാക്കാം. ഇവിടെ മമ്മി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ, അതായത് നല്ലെണ്ണയാണ് മമ്മി ഒഴിക്കണത്, എള്ളെണ്ണ. അച്ചാറിനൊക്കെ ഈ എണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എപ്പോഴും അച്ചാറിന് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. ഇത് നമ്മള് ഇതിനകത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ച് എണ്ണ മുകളിൽ നിന്നാലാണ് നമ്മുടെ അച്ചാറ് കേടുവരാതെ ഇരിക്കുള്ളൂ. അപ്പൊ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടാ. ആ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോ മമ്മി ഇവിടെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ തോല് കളഞ്ഞു വെച്ചതാണ്. അതുപോലെ ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക്. കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാണ്. നന്നായിട്ട് മൂത്ത് വരണം. നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഒരല്പം കുറച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് മമ്മി 2 സ്പൂണ് നിറയെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുണ്ട്. നല്ലൊരു കളറും നമ്മുടെ അച്ചാറിന് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കായത്തിന്റെ പൊടി,
ഇത്രയും സാധനങ്ങള് നമ്മൾ ഇത് മൂത്തതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പൊടികളൊക്കെ ഇടുമ്പോ നിങ്ങൾ തീ നല്ല രീതിയിൽ കുറച്ച് വെക്കണം. അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പൊടികള് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. വല്ലാണ്ട് ചൂട് കൂടുതൽ തോന്നിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാട്ടാ. എന്നാലും ഈ നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മൂത്ത് കിട്ടും. അപ്പൊ അതാ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മള് ഊറ്റി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. മമ്മി നേരത്തെ പറഞ്ഞില്ലേ പച്ച മാങ്ങ കൊണ്ട് അങ്ങനെ ചെയ്യാം. ഇത് ഞാന് ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു ദിവസത്തെ വെയില് കൊള്ളിച്ചതാണ്. ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കുറച്ചധികം നാളും കൂടെ കേടുവരാതിരിക്കും. അപ്പൊ ഞാൻ ഇതൊന്നും കൂടി നാളെ ഒരു 2 മണിക്കൂർ കൂടി വെയിലത്ത് വെച്ചതിന് ശേഷം അച്ചാർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് അവസാനിപ്പിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് 2 മെത്തേഡിലും ചെയ്യാൻ പറ്റും. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരു അല്പം ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാങ്ങേന്ന് ഇറങ്ങി വന്ന വെള്ളം, ഈ വെള്ളം നമ്മൾ കളയാതെ മാറ്റി വെക്കണം. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എല്ലാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഇത് ഒരുപാട് വെള്ളത്തിലിട്ടിട്ട് വേവിക്കരുത്. ഒരു തള വന്നു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ അതിക്ക് മുൻപായിട്ട് നമ്മൾ മാറ്റി വെച്ച ഈ മസാലക്കൂട്ട്, അതായത് മല്ലി, ജീരകം, കടുക്, ഉലുവ, നിങ്ങൾ ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി കേട്ടാ. മമ്മി ഇപ്പോ 2 സ്പൂണ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് കുറവ് തോന്നിക്കുകയാണെങ്കിൽ ഒരല്പം കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം ചേർത്തോണ്ട് കുഴപ്പമില്ല. ഇനി തീരെ നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അത്യാവശ്യം തന്നെ കണ്ട ഇതില് ചാറുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വേറെ വെള്ളമോ വിനാഗിരിയോ ഒഴിക്കേണ്ട കാര്യമില്ല. ഇത്രയ്ക്കുള്ളോ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങള് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയോളൂ.